എല്ലാവർക്കും സ്ലേറ്റ് ആൻഡ് പെൻസിലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ്. നമുക്കറിയാം, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് രണ്ട് കാറ്റഗറിയാണുള്ളത്. ലോ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജും ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജും. ആ ലോ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് തന്നെ മെഷീൻ ലാംഗ്വേജിൽ നിന്നും അസംബ്ലി ലാംഗ്വേജിൽ നിന്നും രണ്ട് കാറ്റഗറിയൊക്കെ നമ്മൾ തിരിക്കും. ദെൻ ഹൈ ലെവൽ ലാംഗ്വേജ്. അപ്പോൾ നമുക്ക് കമ്പ്യൂട്ടറിന് ഡയറക്റ്റായിട്ട് മനസ്സിലാവുന്ന ഒരേ ഒരു ലാംഗ്വേജുള്ളൂ, അത് മെഷീൻ ലാംഗ്വേജിലാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, മറ്റേത് മെഷീൻ ലാംഗ്വേജ് ഉപയോഗിച്ച് അല്ലാതെ വേറെ ഏത് ലാംഗ്വേജ് ഉപയോഗിച്ച് പ്രോഗ്രാം ചെയ്താലും അത് കമ്പ്യൂട്ടറിന് മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളതിനെ അതിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രോഗ്രാംസ് ഉപയോഗിക്കുന്നുണ്ട്. ആ ടൈപ്പ് പ്രോഗ്രാംസാണ് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ്. അസംബ്ലി ലാംഗ്വേജിൽ എഴുതിയാലും ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതിയാലും നമ്മൾ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന മെഷീൻ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കണം. നമുക്ക് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ് എന്താണെന്ന് നോക്കാം. എ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ ഓർ പ്രോസസ്സർ ഈസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർ പ്രോഗ്രാം ദാറ്റ് ഹാസ് ദി പൊട്ടൻഷ്യൽ ടു ട്രാൻസ്ലേറ്റ് ദി പ്രോഗ്രാം കോഡ്സ് ഇൻ ടു മെഷീൻ കോഡ്സ്. അതായത് നമ്മളുടെ പ്രോഗ്രാം കോഡ്സിനെ നമ്മൾ ഹൈ ലെവൽ ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടോ അസംബ്ലി ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടോ നമ്മൾ എഴുതുന്ന പ്രോഗ്രാം കോഡ്സിനെ മെഷീൻ കോഡിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ പ്രോഗ്രാമാണെന്ത്, ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ അല്ലെങ്കിൽ പ്രൊസസ്സർ. അതായത് നമ്മൾ എഴുതുന്ന കോഡിനെ നമ്മൾ എന്താ പറയുക, സോഴ്സ് കോഡ് എന്ന് പറയാം. അപ്പം ആ സോഴ്സ് കോഡിനെ ഒബ്ജക്റ്റ് കോഡ്, അതായത് മെഷീൻ കോഡ്, കമ്പ്യൂട്ടർ മനസ്സിലാവുന്ന മെഷീൻ കോഡിലേക്ക് ട്രാൻസ്ലേറ്റ് അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് ശരിക്കും ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ സോഴ്സ് കോഡിൽ നിന്ന് മെഷീൻ കോഡിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ പ്രോഗ്രാമാണെന്ത്, ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ. അപ്പോൾ ആ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ നമുക്ക് മെയിനായിട്ട് 3 കാറ്റഗറിയാക്കി തിരിക്കാൻ പറ്റും: കമ്പൈലർ, അസംബ്ലർ, അതുപോലെ തന്നെ ഇൻ്റർപ്രറ്റർ. ആദ്യം നമുക്ക് കമ്പൈലർ എന്താണെന്ന് നോക്കാം. എ കമ്പൈലർ കൺവേർട്സ് പ്രോഗ്രാംസ് റിട്ടൺ ഇൻ ഹൈ ലെവൽ ലാംഗ്വേജ് ഇൻറ്റു മെഷീൻ കോഡ്. അപ്പോൾ നമ്മൾ ഹൈ ലെവൽ ലാംഗ്വേജ് ഉപയോഗിച്ച് എഴുതിയിരിക്കുന്ന പ്രോഗ്രാംസിനെ മെഷീൻ കോഡിലേക്ക് കൺവേർട്ട് ചെയ്യാനോ ട്രാൻസ്ലേറ്റ് ചെയ്യാനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന പ്രോഗ്രാമാണെന്ത്, കമ്പൈലർ. അപ്പോൾ നമ്മൾ ഹൈ ലെവൽ ലാംഗ്വേജ് ഉപയോഗിച്ച് എഴുതുന്ന കോഡിനെ നമ്മൾ സോഴ്സ് കോഡ് എന്ന് പറയാം. അപ്പോൾ സോഴ്സ് കോഡിനെ ഒബ്ജക്റ്റ് കോഡ് അല്ലെങ്കിൽ മെഷീൻ കോഡിലേക്ക് ട്രാൻസ്ലേറ്റ് അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രോഗ്രാംസാണ് ശരിക്കും കമ്പൈലർ. അപ്പോൾ സോഴ്സ് കോഡിൽ നിന്ന് ഒബ്ജക്റ്റ് കോഡ്, അതായത് ഹൈ ലെവൽ ലാംഗ്വേജ് ഉപയോഗിച്ച് വരുന്ന സോഴ്സ് കോഡിനെ ഒബ്ജക്റ്റ് കോഡിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് ശരിക്കും കമ്പൈലർ. അടുത്താണ് അസംബ്ലർ. അസംബ്ലർ എന്ന് പറഞ്ഞാൽ എന്താണ്? അസംബ്ലർ കൺവേർട്സ് പ്രോഗ്രാംസ് റിട്ടൺ ഇൻ അസംബ്ലി ലാംഗ്വേജ് ഇൻറ്റു മെഷീൻ കോഡ്. ഇപ്പം അസംബ്ലി ലാംഗ്വേജ് ഉപയോഗിച്ച് എഴുതിയ പ്രോഗ്രാംസിനെ മെഷീൻ കോഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് ശരിക്കും അസംബ്ലർ എന്ന് പറഞ്ഞാൽ. അപ്പം അസംബ്ലി ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട് എഴുതിയ പ്രോഗ്രാംസിനെ മെഷീൻ കോഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രക്ഷൻ, അതായത് പ്രോഗ്രാമാണ് ശരിക്കും അസംബ്ലർ എന്ന് പറഞ്ഞാൽ. അപ്പം സോഴ്സ് കോഡ്, അസംബ്ലി ലാംഗ്വേജിൽ എഴുതിയ സോഴ്സ് കോഡിനെ ഒബ്ജക്റ്റ് കോഡിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് നമ്മൾ അസംബ്ലർ ഉപയോഗിക്കുന്നത്. ദെൻ അടുത്തൊരു കാറ്റഗറിയാണ് ഇൻ്റർപ്രറ്റർ. ആൻ ഇൻ്റർപ്രറ്റർ കൺവേർട്സ് പ്രോഗ്രാംസ് റിട്ടൺ ഇൻ ഹൈ ലെവൽ ലാംഗ്വേജ് ഇൻറ്റു മെഷീൻ കോഡ്. അപ്പം ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതിയ പ്രോഗ്രാംസിനെ മെഷീൻ കോഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മറ്റൊരു സോഫ്റ്റ്വെയർ അല്ലെ പ്രോഗ്രാമാണ് ശരിക്കും ഇൻ്റർപ്രറ്റർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതേ പർപ്പസാണ് നമ്മൾ നേരത്തെ കണ്ട കമ്പൈലറും ചെയ്യുന്നത്. അപ്പം കമ്പൈലർ ആയാലും ഇൻ്റർപ്രറ്റർ ആയാലും സെയിം പർപ്പസാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ രണ്ടും എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതിയ കോഡിനെ മെഷീൻ കോഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് തമ്മിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ആ ഡിഫറൻസ് നമുക്ക് നോക്കാം. അപ്പോൾ ഇൻ്റർപ്രറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതിയിരിക്കുന്ന സോഴ്സ് കോഡിനെ ഒബ്ജക്റ്റ് കോഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് കമ്പൈലറും ഇൻ്റർപ്രറ്ററും തമ്മിലുള്ള വ്യത്യാസം നോക്കാം. രണ്ടും ഹൈ ലെവൽ ലാംഗ്വേജിനെ എന്തിലേക്കാണ്? മെഷീൻ കോഡിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ആദ്യം നമുക്ക് കമ്പൈലർ എന്താണെന്ന് നോക്കാം, ഇൻ്റർപ്രറ്റർ എന്താണെന്ന് നോക്കാം. എ കമ്പൈലർ ദാറ്റ് കൺവേർട്സ് ദി എൻറ്റയർ സോഴ്സ് കോഡ് ഇൻറ്റു എക്സിക്യൂട്ടബിൾ മെഷീൻ കോഡ് ഫോർ എ CPU. അപ്പം മുഴുവൻ കോഡിനെയും മൊത്തം കോഡിനെയും ഒരുമിച്ചാണ് എന്ത് ചെയ്യുക, ഇത് മെഷീൻ കോഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ കമ്പൈലർ എന്ത് ചെയ്യണം, മുഴുവൻ കോഡിനെയും ഒരുമിച്ചാണ് എന്ത് ചെയ്യുക, കൺവേർട്ട് ചെയ്യുക. അപ്പം നമ്മൾ എഴുതിയ പ്രോഗ്രാമിന് 10 ലൈൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇപ്പോൾ 10 വരികളാണെങ്കിൽ ആ 10 വരികളെയും ഒരുമിച്ചാണ് എന്ത് ചെയ്യുക, ഇത് കൺവേർട്ട് ചെയ്യാം.
എന്നാൽ ഇൻ്റർപ്രറ്ററിൻ്റെ കേസിൽ ദി ഇൻ്റർപ്രറ്റർ ഈസ് ഡിഫറെൻറ്റ് ഫ്രം കമ്പൈലർ. ഇറ്റ് ടേക്സ് എ സോഴ്സ് പ്രോഗ്രാം ആൻഡ് ട്രാൻസ്ലേറ്റ് ഇറ്റ് 1 by 1 ആൻഡ് എക്സിക്യൂട്ട്. അതായത് ഇവിടെ ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് എന്ത് ചെയ്യുക, ഇൻ്റർപ്രറ്റർ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുക, അതായത് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് എന്ത് ചെയ്യുക, ഇവിടെ കൺവേർട്ട് ചെയ്യുന്നത്. അതായത് നമ്മളുടെ പ്രോഗ്രാം 10 ലൈനാണെങ്കിൽ ഫസ്റ്റത്തെ ലൈനിനെ കൺവേർട്ട് ചെയ്യും, ദെൻ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ലൈൻ കൺവേർട്ട് ചെയ്യും, ദെൻ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ലൈൻ, അങ്ങനെ പോകും. അപ്പം കമ്പൈലറിൻ്റെ കേസിൽ എന്താണ്, മൊത്തം സോഴ്സ് കോഡിനും ഒരുമിച്ചാണ് എന്ത് ചെയ്യുക, അതിലേക്ക് മെഷീൻ കോഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. എന്നാൽ ഇൻ്റർപ്രറ്റർ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത്, ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് എന്ത് ചെയ്യുക, കൺവേർട്ട് ചെയ്യുക. അപ്പോൾ മൊത്തം കോഡിനും ഒരുമിച്ച് കൺവേർട്ട് ചെയ്യുമ്പോൾ കമ്പാരിറ്റീവ്ലി ഫാസ്റ്റർ ആയിരിക്കും, കമ്പൈലർ ആയിരിക്കും. ദി കമ്പൈലർ ഈസ് കമ്പാരിറ്റീവ്ലി ഫാസ്റ്റർ. അപ്പോൾ ഇൻ്റർപ്രറ്ററിനെ അപേക്ഷിച്ച് എന്താണ് കമ്പൈലർ ഫാസ്റ്റർ. കാരണം എന്താണ്, ഇവിടെ എൻ്റയർ സോഴ്സ് കോഡിനെ ഒരൊറ്റ ഗോലാണ് എന്ത് ചെയ്യുക, അത് കൺവേർട്ട് ചെയ്യുന്നത്. എന്നാൽ ഇൻ്റർപ്രറ്ററിൻ്റെ കേസിലോ അത് ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് എന്ത് ചെയ്യുക, കൺവേർട്ട് ചെയ്യുക. അപ്പോൾ കൂടുതൽ സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ as compared to the compiler, an interpreter is slower. When you want to run the program, a translator program is needed each time to convert the source code. അപ്പോൾ നമ്മൾ കമ്പൈലറൊക്കെ ഉപയോഗിച്ച് റൺ ചെയ്യുന്ന കേസിൽ എന്ത് ചെയ്യണം, ഓരോ സമയത്തും എന്ത് ചെയ്യണം, ഈ ഒരു കമ്പൈലറിൻ്റെ ആവശ്യമുണ്ട്. അതായത് സോഴ്സ് കോഡിൽ നിന്ന് മെഷീൻ കോഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഓരോ സമയത്തും എന്തുണ്ട്, കമ്പൈലറിൻ്റെ ആവശ്യമുണ്ട്. എന്നാൽ ഇൻ്റർപ്രറ്ററിൻ്റെ കേസിൽ വെൻ യു വാണ്ട് ടു റൺ ദി പ്രോഗ്രാം, എ ട്രാൻസ്ലേറ്റർ പ്രോഗ്രാം ഈസ് നോട്ട് നീഡഡ് ഈച്ച് ടൈം ടു കൺവേർട്ട് ദി സോഴ്സ് കോഡ്. അപ്പോൾ സോഴ്സ് കോഡിൽ നിന്ന് മെഷീൻ കോഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഓരോ പ്രാവശ്യം എന്തിൻ്റെ ആവശ്യമില്ല, ട്രാൻസ്ലേറ്ററിൻ്റെ ആവശ്യമില്ല. എന്നാൽ കമ്പൈലറിൻ്റെ കേസ് എന്താണ്, ഓരോ പ്രാവശ്യം എന്ത് ചെയ്യുന്നുണ്ട്, കമ്പൈലറിൻ്റെ ആവശ്യമുണ്ട്. ഇപ്പോൾ കമ്പൈലറിൻ്റെ എക്സാമ്പിൾസ് ആണ് C++, ജാവ, ഫോർട്രാൻ, പാസ്കൽ എക്സെട്ര. അപ്പം ഇൻ്റർപ്രറ്ററിൻ്റെ എക്സാമ്പിളാണ് പൈത്തൺ, പേൾ, LISP, APL, പ്രൊലോഗ് എക്സെട്ര.